ഡിസൈൻ ഇല്ലാത്ത പ്ലെയിൻ എന്തെങ്കിലും? ഇതല്ല, എന്താ വില? അത് ഇതിന് മാച്ചിങ് ബ്ലൗസ്. ഏയ്, ഇതെങ്ങനെയുണ്ട്? കൊള്ളാം, എന്റെ ഇഷ്ടം. ഇത് പാക്ക് ചെയ്യൂ. ബില്ലേ അത് വേണ്ട. ആ, സാറിന്റെ എവിടെ? പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ളതല്ലോ തുണിയും തുണിക്കടയും. പർച്ചേസ് ഒക്കെ കഴിഞ്ഞു. അമ്മൂന് സാരി എടുക്കാൻ വന്നതാ. കാര്യമായിട്ടുള്ള പർച്ചേസ് വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്ന് വെച്ചാൽ റിയലി? എന്നാണ്? അടുത്ത് തന്നെ ഉണ്ടാവും. സാറിനുള്ള ക്ഷണക്കത്തും കൊണ്ട് ഞങ്ങൾ വരുന്നുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ്. ബില്ല്. സാറ് വെക്കേഷന് വീട്ടിൽ പോയില്ലേ? ഇല്ല. പിന്നെ ഇവിടെ ലോഡ്ജിലിരുന്ന് എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല. ഇഷ്ടപ്പെട്ടവരെ കുറിച്ച് ഓർത്തിരുന്ന് സമയം കളയുന്നു. ഈ സാറിന് എപ്പോഴും തമാശയാ. മെഡിസിന് പോകാൻ നിൽക്കുന്ന കുട്ടികൾക്ക് സ്പെഷ്യൽ ക്ലാസ് എടുക്കുന്നുണ്ട്. നാട്ടിൽ പോയിട്ട് ആരെ കാണാനാ? ആകെയുള്ളതൊരു ചേട്ടനാണ്. അവിടെ എത്ര ദിവസം നിൽക്കും? ഇവിടെയാണെങ്കിൽ ഇതുപോലെ വല്ലപ്പോഴും ഒരിക്കൽ ശാലിനിയെ കാണാൻ കഴിയുമല്ലോ. ഇരുന്ന് ബോറടിച്ചപ്പോ ഒരു ദിവസം വിചാരിച്ചു ശാലിനിയുടെ വീട്ടിലേക്കൊന്ന് കയറി വന്നാലോ. പിന്നെ അച്ഛനെ കുറിച്ച് ഓർത്തപ്പോ വേണ്ടെന്ന് വെച്ചു. അച്ഛന്റെ പെരുമാറ്റം അങ്ങനെയൊക്കെയാണ് എന്ന് വെച്ച് കാണാതിരിക്കാൻ പറ്റുമോ? കുട്ടി നാളെ കോളേജിലേക്കൊന്ന് വരുമോ? എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. വരുമോ? വരണം. ഞാൻ വെയിറ്റ് ചെയ്യും. വരാം. ഇരിക്കൂ. ഇരിക്കൂ കുട്ടി. എന്താ സാറ് പറയാനുണ്ടെന്ന് പറഞ്ഞത്? ഈ സാറ് സാറ് എന്നുള്ള വിളി ഒന്ന് അവസാനിപ്പിക്കണമെന്ന് പറയാം. പിന്നെന്താ വിളിക്കേണ്ടത്? കൺവീനിയന്റ് ആയി വേറെ എന്തെങ്കിലും പേര് വിളിക്കുന്നത് ഏതായാലും എനിക്ക് ഇഷ്ടമല്ല. ഒന്നുമില്ലെങ്കിൽ പ്രായത്തിൽ എന്നേക്കാൾ കുറെ കൂടി ഇളയതല്ലേ. ചേട്ടൻ വിളിക്കണമായിരിക്കും. എന്താ അങ്ങനെ വിളിച്ചുകൂടെ? പിന്നെ എന്ത് വിളിക്കും? എനിക്കറിയില്ല. ഇന്നലെ തീരെ നനച്ചിരിക്കാതെ ശാലിനിയെ കണ്ടുമുട്ടിയപ്പോൾ പിന്നെയും കാണണമെന്ന് തോന്നി. എന്തോ പറയണമെന്നുണ്ട്. എന്താണെന്ന് നിശ്ചയമില്ല. മറ്റെത്രയോ പെൺകുട്ടികളുണ്ട് ഈ കോളേജിൽ. അവരോടൊന്നും തോന്നാത്തൊരു പ്രത്യേകത എന്റെ ശാലിനിയോട് തോന്നാൻ. എനിക്കറിയില്ല. ഞാൻ പോകണം. പോയിക്കോളൂ. പോട്ടെ. നാളെ വരുമോ? ഇല്ല. മറ്റന്നാൾ? ഇല്ല. അതിനടുത്ത ദിവസം? അപ്പോ ഇനി വരികയില്ല? മറ്റന്നാൾ വരണം. ഉച്ചതിരിഞ്ഞ് എനിക്ക് ക്ലാസ്സില്ല. വരാം.
തോന്നിയിരുന്നു. എന്ത്? ഈ ഗുട്ടൻസ് ഗുലാബി ആവുന്ന്. പോടി. എന്തായാലും ആള് തെറ്റില്ല. തേ പിടിച്ചത് പൂങ്കൊമ്പ് തന്നെയാ. അതിനിപ്പോ ആരാ പിടിച്ചത്? ആവോ, ആർക്കറിയാം. എനിക്കിപ്പോ അതല്ല പേടി. നീ ഭ്രാന്തത്തിയ. അടുത്ത കൊല്ലം ഞാനും ഇല്ല. കോളേജിൽ വെച്ച് അധികം അടുപ്പമൊന്നും കാണിക്കാൻ പോകരുത് കേട്ടോ. പിള്ളേര് നോക്കിയിരിക്കുക ഒരു കഥ കിട്ടാൻ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അധികം സ്വാതന്ത്ര്യമൊന്നും കാണിക്കരുത് കേട്ടോ. ഇല്ലെന്നേ. ദേ, ഒന്നാമത് തെക്കനാ. വിശ്വസിച്ചൂടാ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ ജീവിതത്തിലേക്ക് ശാലിനിയെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ എനിക്കാരുമില്ല. അച്ഛനോ അമ്മയോ അങ്ങനെ ആരും. അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് ക്ഷണിക്കുക. വനവല്ലിക്കുടിലിലെ ഏകാന്ത ശയ്യയിൽ നിറമുള്ള നിഴലുകൾ നീളുമ്പോൾ എവിടെ നിന്നെത്തി എവിടെ നിന്നെത്തി ഇടയന്റെ പാട്ടിന്റെ ഈരടികൾ അവരൊക്കെ എവിടെ? ഇറങ്ങേ. നേരെ വൈ. അടുത്ത ആഴ്ച തന്നെ ട്രാൻസ്ഫർ ശരിയാകുമെന്നാ പറയണ കേട്ടത്. എന്നാലും ഇവിടെ നിന്നുകൊണ്ട് ബാങ്കിൽ പോകാൻ പറ്റില്ല. 10-30 കിലോമീറ്ററെങ്കിലും ഉണ്ടാവും. അപ്പോ അവിടെ വീടെടുക്കണമായിരിക്കും. എല്ലാ ആഴ്ചയിലും ഞാൻ നിനക്ക് എഴുതാം. നീ മറുപടി എഴുതണം. നീ എഴുതിയില്ലെങ്കിലും എന്റെ കത്ത് അവിടെ കിട്ടിക്കൊള്ളൂ. കോളേജ് തുറക്കാറായി. ഇനി ഞാൻ തനിച്ചു പോണം. മോളെ, രാഘവായത്തിന് മുമ്പ് ഇറങ്ങണോ?
ഹാപ്പി ഫ്രഷ് ഇയർ. താങ്ക് യു സർ. ഇത് ഫൈനൽ ഇയർ അല്ലേ? കുഴപ്പാതെ പഠിച്ചോണം. ഇക്കൊല്ലം ഡിഗ്രി എടുത്തില്ലെങ്കിൽ പിന്നെ ഡിഗ്രി എടുക്കലുണ്ടാവില്ല. ഈ ഒരു കൊല്ലം കൂടി അവധി തന്നിരിക്കുക പഠിക്കാൻ. അടുത്ത കൊല്ലം പഠിത്തം വേറെ എന്തെങ്കിലും ആയിരിക്കും. മോളെ, എന്റെ കഴിഞ്ഞ കത്തിന് മറുപടി കിട്ടിയില്ല. മറുപടി കിട്ടാനുള്ള സമയം ആകുന്നേ ഉള്ളൂ എന്ന് അറിയാതെയല്ല. എങ്കിലും വീണ്ടും എഴുതുകയാണ്. കോളേജ് തുറന്നു, എല്ലാം പഴയതുപോലെ തന്നെ. പക്ഷേ നീ ഇല്ലാത്തത് കൊണ്ടാവണം ആകെ ഒരു രസവുമില്ല. പഴയ കൂട്ടുകാരെല്ലാവരും ഉണ്ട്. ബിന്ദു ഇപ്പോൾ വേറെയാണ് കോളേജിലേക്ക് പോകുന്നതും വരുന്നതും. അവളെക്കുറിച്ചൊരു സ്വകാര്യം. അവൾ പ്രേമത്തിലാണെന്നാണ് കോളേജിലെ സംസാരം. കാമുകനായിരുന്നോ? നീ ചിരിക്കില്ലല്ലോ. റോയ്. പിന്നെന്താണ്? ഒന്നുമില്ല. ജയെ ദിവസവും കാണാറുണ്ട്. കോളേജിൽ വെച്ച് കാണുമ്പോൾ ഞങ്ങൾ തമ്മിൽ എന്ത് ഗൗരവത്തിലാണെന്നോ. നിനക്കും മുന്നേറ്റനും സുഖമാണല്ലോ. വിശേഷം വല്ലതും ഉണ്ടെങ്കിൽ അറിയിക്കണേ. കോളേജിലെ എല്ലാ വിശേഷങ്ങളും അവൾ എനിക്ക് എഴുതി. ചിരിച്ചതും മിണ്ടിയതും കിളിച്ചതും മുളച്ചതും എല്ലാം. അവളുടെ ജീവിതത്തിലൂടെ വീശിപ്പോകുന്ന ഇളം കാറ്റിനെ കുറിച്ച് പോലും ഞാൻ അറിയണമെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അവൾക്ക് എന്നിൽ നിന്ന് ഒന്നും മറച്ചു വെക്കാനില്ലായിരുന്നു. ഒന്നും. എന്റെ ശാലിനി, എന്റെ സ്വന്തം ശാലിനി. What's the problem, Shalini? ഫോക്കസിങ് ശരിയാവുന്നില്ല. Why? Let me see. ഇപ്പൊ നോക്കൂ. വേണ്ട, ഞാനത് ഫോക്കസ് ചെയ്താണ്. എനിക്ക് കാണാനായിട്ടാണ്. നോക്കൂ. എനിക്ക് നല്ല തലവേദന ഉണ്ട്, അതുകൊണ്ടായിരിക്കും. അതെയോ? എങ്കിൽ വീട്ടിൽ പോയിക്കോളൂ. തലവേദനയും വെച്ച് ഇതിലൂടെ നോക്കണ്ട. എന്താ ഇന്നും സമരമോ? അല്ല, പിന്നെന്താ നേരത്തെ? വല്ലാത്തൊരു തലവേദന. അതിന് വല്ല ഗുളികയും വാങ്ങി കഴിച്ചാ പോരെ? ക്ലാസ് കട്ട് ചെയ്ത് വരണോ? വന്ന് വന്ന് കുട്ടികൾക്ക് ഇപ്പൊ പഠിക്കണമെന്നേ ഇല്ല. എന്താ കുട്ടി? വല്ല ആസ്പ്രോ അനാസിനോ വല്ലതും മേടിപ്പിക്കണോ? വേണ്ട, ദാ ചായ കുടിക്കൂ. അവിടെ വെച്ചോളൂ. കുളിക്കുമ്പോ വൃത്തിയായി തലതോർത്തൂല്ല, എത്ര പറഞ്ഞാലും.
എന്താ കുട്ടി ഇത്? ബാക്കിയുള്ളവർക്ക് തൊഴിൽ കൊടുക്കരുത് കേട്ടോ. ചേച്ചി ഉറങ്ങിയായിരുന്നു? അല്ല, ഉണർന്നിരിക്കായിരുന്നു. എന്താ കുട്ടിക്ക് വേണ്ടേ? എന്താ വേണ്ടെന്ന്? ഒന്നും വേണ്ട. എനിക്ക് പോയിക്കൂടെ? എന്താണ് ഇവിടെ? എന്താന്ന്? നിന്നോട് ഞാൻ അടങ്ങി ഒതുങ്ങി നടക്കണം പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടില്ലേന്ന്? എന്താ ഇവിടെ? ചോദിച്ചു നോക്കൂ. എന്താണ് ഇവിടെ? വാങ്ങിക്കൂ എന്റെ കയ്യിൽ നിന്ന്. ചേച്ചി ദാ ഇന്ന് വിരിഞ്ഞു. ഇന്നിതെനിക്ക് സ്കൂളിൽ വെച്ചോണ്ട് പോകാനുള്ളതാ. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് വിടരുമെന്ന്. എന്താ കുട്ടി കുറേശ്ശെ? ആ കുട്ടി 2 ദിവസമായിട്ട് അത് വിരിഞ്ഞോ നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് നീ എന്താ കാട്ടിയത്? എന്താ ഇവിടെ ഒച്ചയും ബഹളവും? ദേ ആ പൂവിന്റെ സ്ഥിതി ഒന്ന് നോക്കൂ. ശാലിനി, എന്താ ഇത്? അസൂയ. ആ ഇളയ കുട്ടി ഇത്ര വൃത്തിയായി സ്കൂളിൽ പോകുന്നത് കാണാൻ പാടില്ല. അത് തന്നെ. ഇവിടെ വാടി. ഇല്ല, ഞാൻ പോയി പെണ്ണ് വഷളായിക്കൊണ്ടിരിക്കുക. സമയത്തിന് കോളേജിൽ പോണെന്ന് ഒരു വിചാരമില്ല. എന്തിരിപ്പാ ഇത്? കോളേജിൽ പോണ്ടേ? പിന്നെ ഈ ഇരിപ്പിരുന്നാലോ? സമയമായി കുട്ടി. കുട്ടിക്ക് അല്പം വൃത്തിയായി ഡ്രസ് ചെയ്ത് പോയിക്കൂടെ? എന്തൊക്കെ ഗുൽമാലാണാവോ ഉണ്ടാക്കാൻ പോകുന്നത്. ഹലോ, എന്താ ഇത്? കണ്ണടച്ചിരുന്ന അവസ്ഥ? ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നു. കുട്ടി എന്താ ബിന്ദുവായിട്ട് പിണക്കത്തിലാ? അല്ലല്ലോ. നിങ്ങൾ തമ്മിൽ പഴയ പോലെ അടുപ്പം കാണുന്നില്ലല്ലോ. ബിന്ദു പറഞ്ഞത് ബിന്ദുവിന്റെ കാര്യം ബിന്ദുവിനോട് ചോദിച്ചാൽ മതി കേട്ടോ. വരൂ. എന്താ ശാലിനി, അസുഖമൊക്കെ വിട്ടോ? ഇപ്പോഴും തലവേദനയുണ്ടോ?
വൈ കാണ്ട് യു മീറ്റ് എൻ ഒഫ്താൽമോളജിസ്റ്റ്? ഒരു കണ്ണട വെച്ചാൽ ചിലപ്പോൾ ഇതങ്ങ് മാറും. കണ്ണിന്റെ ഭംഗി കളയാത്ത ഒരു ഫ്രെയിം സെലക്ട് ചെയ്യണമെന്ന് മാത്രം. അച്ഛനോട് പറഞ്ഞുകൂടെ? പറയാം. വയ്യെങ്കിൽ ഞാൻ കൂടെ വരാം. ഫ്രെയിം എനിക്ക് തന്നെ സെലക്ട് ചെയ്യാമല്ലോ. വേണ്ട, ഞാൻ അച്ഛനോട് പറയാം. ശാലിനി, ശാലിനി.